നാമകരണ നടപടിയുടെ സമാപന കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാം അനുഗ്രഹപ്രദമാക്കിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് രൂപതയിൽ മുഴുവനും യാത്ര ചെയ്ത് തിരിച്ചെത്തിയ വിശ്വാസ ദീപശിഖയിൽ നിന്ന് കത്തിച്ച തിരികൊണ്ട് അഭിമന്യ വിൻസെൻ്റ് സാമുവൽ പിതാവ് ദീപം തെളിച്ച് നാം ആരംഭിക്കുന്നു. ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിൽ നമ്മെ നയിക്കുന്നത് വെരി റവറൻ മോൺസിഞ്ഞോർ വി.പി. ജോസ് അച്ഛനാണ്. ഞാൻ അച്ഛന് മൈക്ക് കൈമാറുന്നു. ദിയോദാത്തൂസ് അച്ഛനെ വിശുദ്ധനാക്കുവാനുള്ള രൂപതതല നാമകരണ നടപടികളുടെ സമാപന സമ്മേളനമാണ് നടക്കുവാൻ പോകുന്നത്. അഭിനന്യ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിപാവനമായ ഒരു കർമ്മത്തിന് നാം ഇന്ന് സാക്ഷികളാവുകയാണ്. റോമിൽ നിന്ന് ലഭിച്ച കൽപ്പന പ്രകാരം അഭിമന്യ വിൻസെൻ്റ് സാമുവൽ പിതാവ് 2018 ഒക്ടോബർ 13 ദിയോദാത്തൂസ് അച്ഛനെ ദൈവദാസനായി പ്രഖ്യാപിച്ചതോടെ രൂപതതല നാമകരണ നടപടികൾക്ക് ആരംഭം കുറിച്ചു. വെള്ളപ്പൊക്കം, കോവിഡ് തുടങ്ങി പല പ്രതികൂല സാഹചര്യങ്ങൾ ഇവയെല്ലാം അതിജീവിച്ച് ഈശോയുടെ കൃപയാലും അനുഗ്രഹത്താലും പരിശുദ്ധ കർമ്മലനാഥയുടെയും വിശുദ്ധ പിതാവിൻ്റെയും കർമ്മലസഭയിലെ സകല വിശുദ്ധരുടെയും മധ്യസ്ഥത്താൽ നാം ഇന്ന് ദിയോദാത്തൂസ് അച്ഛനെ 56ാം ഓർമ്മ തിരുനാൾ ദിനത്തിൽ രൂപതാതല നാമകരണ നടപടികളുടെ സമാപന കർമ്മത്തിൽ എത്തി നിൽക്കുകയാണ്. ദൈവകൃപ പെയ്തിറങ്ങുന്ന ഈ നിമിഷങ്ങൾക്ക് ദിവ്യബലി അർപ്പിച്ച് നാം നന്ദി പറഞ്ഞു. നെയ്യാറ്റിൻകര രൂപതയുടെ പ്രഥമ ദൈവദാസനായ ദൈവോ ഗ്രാസിയാസ്, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ ദിയോദാത്തൂസ് അച്ഛൻ്റെ ഓർമ്മകളിൽ നാം മുഴുകി നിൽക്കുന്നു. മുതിയാവിളയുടെ വലിയച്ഛനായിരുന്ന ദിയോദാത്തൂസ് അച്ഛനെ നെയ്യാറ്റിൻകരയുടെ പ്രഥമ ദൈവദാസനാക്കി ഇപ്പോൾ തിരുസഭയ്ക്ക് മുഴുവനായി നൽകുവാനായി തയ്യാറായിരിക്കുന്നു. രൂപതലത്തിൽ നിന്ന് തയ്യാറാക്കി റോമിലേക്ക് അയക്കേണ്ട ആ രേഖകൾ നൽകുന്ന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇതിൽ സംബന്ധിക്കാം. ദൈവദാസൻ ദിയോദാത്തൂസ് അച്ഛൻ്റെയുമായി പല തലങ്ങളിൽ ബന്ധപ്പെട്ടുള്ള വ്യക്തികളെ വിസ്തരിച്ച് രേഖപ്പെടുത്തിയ എല്ലാ ഒറിജിനൽ രേഖകളും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും എൻക്വയറി കമ്മീഷൻ്റെ എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ് റവറൻ മോൺസിഞ്ഞോർ ഡോക്ടർ സെൽവരാജൻ അച്ഛന് സമർപ്പിക്കുന്നതിനായി നോട്ടറി റവറൻ ഫാദർ ജോയ് സാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. I, Father Joy Sabu, duly appointed notary of the diocesan inquiry in the course of the beatification and canonization of the servant of God, Father Diyodatus of St. Peter, OCD, hereby present the original acts of the same inquiry together with their authenticated copies and translation into English to Reverend Dr. Monsignor D. Selvarajan, the Episcopal Delegate of the said inquiry. എൻക്വയറി കമ്മീഷൻ അംഗങ്ങളുടെ ത്യാഗോജ്വലവും ഏറെ ബുദ്ധിമുട്ടുള്ള സേവനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ് റവൻ മോൺസിഞ്ഞോർ ഡോക്ടർ സെൽവരാജൻ ഈ രേഖകളെല്ലാം അഭിമന്യ വിൻസെൻ്റ് സാമുവൽ പിതാവിന് സമർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
In the name of His Excellency Vincent Samuel, I accept officially the acts presented by the notary, Father Joy Sabu. Let me also add a word of thanks to the copyist, Father Anuraj, for having done well a very demanding and painstaking task. You deserve praise for your precision and dedication. Thank you sincerely, Father. And let me thank you, Reverend Dr. Edison Y.M., the promoter of justice, for having checked all these numerous documents and declared your satisfaction. I hereby declare that these documents are authentic and present then officially to His Excellency Vincent Samuel. His Excellency Bishop Vincent Samuel initiated this diocesan inquiry on 13th October 2018 and appointed me as the Episcopal delegate to execute it with the help of a group of dedicated collaborators. I have fulfilled the task assigned to me. I have the singular honor and the pleasant duty to present to you the acts of the diocesan inquiry. Here, they are gathered in packages, each set containing the Malayalam deposition of witnesses heard by the tribunal and their English translation. Your Excellency, the first set is destined for your diocesan archives, while 2 sets are to be sent to the Dicastery of the Cause of Saints. Now, following your Excellency, all of us involved in the conduct of the diocesan inquiry will declare under oath that we have fulfilled our respective duty faithfully and conscientiously. അടുത്തതായി എൻക്വയറി കമ്മീഷൻ അംഗങ്ങളുടെ പ്രതിജ്ഞ എടുക്കലാണ്. പ്രതിജ്ഞ എടുക്കുവാൻ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിനെ ക്ഷണിക്കുന്നു. I, Vincent Samuel, the Bishop of Neyyattinkara, swear that I have fulfilled my task conscientiously and faithfully, and that I will maintain the secret of office. എപ്പിസ്കോപ്പൽ ഡെലിഗേറ്റ് റവൻ മോൺസിഞ്ഞർ ഡോക്ടർ സെൽവരാജിനെ ക്ഷണിക്കുന്നു. Monsignor D. Selvarajan, the Episcopal delegate, swear that I have fulfilled my task conscientiously and faithfully, and that I will maintain the secret of office. നോട്ടറി റവറൻ ഫാദർ ജോയ് സാബുവിനെ ക്ഷണിക്കുന്നു. I, Father Joy Sabu, swear that I have fulfilled my task conscientiously and faithfully, and that I will maintain the secret of office. കോപ്പിയ റവറൻ ഫാദർ അനുരാജിനെ ക്ഷണിക്കുന്നു. I, Father Anuraj, copier of this process, swear that I have fulfilled my task conscientiously and faithfully, and that I will maintain the secret of office. വൈസ് പോസ്റ്റുലേറ്റ് റവറൻ ഡോക്ടർ കുര്യൻ ആലുങ്കൽ OCD ക്ഷണിക്കുന്നു. I, the undersigned, Kurian Alingal, declare by oath that I have fulfilled my role as Vice Postulator in the inquiry of the life, heroic virtues, fama, sanctitas, and the supposed miracles attributed to the servant of God, Father Adedatus of St. Peter OCD. Moreover, I promise to keep the secrecy of the office. May God help me. അഭിമന്യ പിതാവ് ഔദ്യോഗികമായി ക്ലോസ് ചെയ്യുന്ന ഡിഗ്രി വായിക്കുന്നു. തുടർന്ന് ഡോക്യുമെൻസും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉൾപ്പെടുന്ന ആർക്കിടൈപ്പ് ക്ലോസ് ചെയ്ത് സീൽ വെച്ച്
രൂപതയുടെ ആർക്കൈവ്സിൽ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഡയസിഷൻ ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് റാഫേലിനെ ഏൽപ്പിക്കുന്നു. I, Father Jose Raphael, Chancellor of the Diocese of Neyyattinkara, declare by oath that I have fulfilled my role as notary in the inquiry of the life, heroic virtues, and the supposed miracles attributed to the servant God, Father Adeodatus of St. Peter, OCD. Moreover, I promise to keep the secrecy of my office. May God help me. Bishop Vincent Samuel hereby declare that the diocesan inquiry into the life and virtues and fame of holiness of the servant of God, Father Adeodatus of St. Peter, OCD, is definitely closed, and I order Reverend Father Jose Raphael, the Chancellor of the Diocese, to take charge of the 2 packages containing the original acts called Archetype and of a copy of its English translation. Once these are duly closed and sealed, he is to see to it that the packages are kept safely and separately in the diocesan archives and are not to be opened without any permission of my permission and that of my successors. ക്ലോസ് ചെയ്ത് സീൽ ചെയ്തതിന് ശേഷം ആ രേഖകൾ രൂപതയുടെ ആർക്കൈവ്സിൽ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് റാഫേൽ അഭിനന്ദ പിതാവിന് ഉറപ്പ് നൽകുന്നു. Your Excellency, I, Father Jose Raphael, Chancellor of the Diocese of Neyyattinkara, declared that I will see to it that the packages containing the documents you mentioned are safely deposited in the archives of the Diocese of Neyyattinkara and that they will not be opened without due permission. റോമിലേക്കുള്ള വിശുദ്ധരുടെ നാമകരണത്തിനുള്ള തിരുസംഘത്തിലേക്ക് നൽകുവാനുള്ള കെട്ടുകൾ എത്തിക്കുവാനുള്ള കരിയറിനെ പരിചയപ്പെടുത്തുവാൻ എപ്പിസ്കോപ്പൽ ഡെലിഗേറ്റ് റവറൻ മോൺസിഞ്ഞർ സെൽവരാജ് അച്ഛനെയും കരിയർ റവറൻ ഡോക്ടർ കുര്യൻ ആലുങ്കൽ OCDയെയും ക്ഷണിക്കുന്നു. I, Monsignor D. Selvarajan, the Episcopal Delegate, now request Reverend Dr. Kurian Alungal OCD, the Vice Postulator, designated and approved as a carrier, to come forward and pronounce the oath foreseen by the law that he will fulfill his duty faithfully of conveying the prescribed sets of acts of the diocesan inquiry, namely the transcript and the public copy with their translations to the nunciature in New Delhi. ഫാദർ കുര്യൻ ആലുങ്കലിനെ പ്രതിജ്ഞ എടുക്കുന്നതിനെ ക്ഷണിക്കുന്നു. I hereby swear that I will fulfill my duty conscientiously of conveying by secure means the prescribed sets of the acts of the diocesan inquiry to the nunciature in New Delhi. അഭിനന്ദ പിതാവ് റോമിലേക്ക് നൽകുവാനുള്ള രേഖകളടങ്ങിയ കെട്ടുകൾ സീൽ ചെയ്ത ശേഷം ട്രാൻസ്ക്രിപ്റ്റും പബ്ലിക് കോപ്പിയും ഡയസിഷൻ എൻക്വയറി ക്ലോസ് ചെയ്ത് ലെറ്ററും തിരുസംഘത്തിലേക്ക് കൊടുക്കുവാനുള്ള മറ്റ് ഒഫീഷ്യൽ ലെറ്റേഴ്സും റവറൻ ഫാദർ കുര്യൻ ആലുങ്കൽ OCDയെ ഏൽപ്പിക്കുന്നു. Father Kurian Alungal, thank you very much. You will please take charge of the packages of documents after they are closed and sealed and stamped with my seal. You will also be given an envelope containing the instrument of closing as well as same official letters addressed to the Cardinal Prefect of the Dicastery to be handed over to him and delivered by
secure means. ഇപ്പോൾ ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് റാഫേൽ അച്ഛനെ മിനിറ്റ്സ് അവതരിപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. The closing section of the instruction sections and verification process of the beatification and canonization of the course of servant of God Father Adeodatus of St. Peter OCD was held at the Immaculate Conception Cathedral, Neyyattinkara on 20th October 2024. The closing section was presided by Right Reverend Dr. Vincent Samuel, the Bishop of Neyyattinkara. The closing section was inaugurated after the celebration of the Holy Mass. The welcome address was given by Monsignor V.P. Jos. Father Joy Sabu, the notary of the course, presented the original acts of the inquiry together with their authenticated copies and a translation into English to Monsignor D. Selvarajan, the Episcopal Delegate of the inquiry. Father Edison Y.M., the promoter of justice for the cause of declared that he has examined the acts and have no objection regarding them. Monsignor D. Selvarajan, the Episcopal Delegate, accepted the acts officially presented by the notary. He thanked the officials of inquiry and the copier. The Bishop, Right Reverend Dr. Vincent Samuel, Episcopal Delegate Monsignor D. Selvarajan, Promoter of Justice Father Edison Y.M., Notary Father Joy Sabu, Vice Postulator Father Kurian Alingal, and Copier Father Anuraj took their oaths of having faithfully fulfilled their assigned task. His Excellency then proceeded to consult the Promoter of Justice if all the formalities prescribed by law has been fulfilled. The Promoter of Justice attested that all the formalities prescribed by the law has been completed so that the diocesan inquiry can be closed. His Excellency then decreed the definitive closing of the diocesan inquiry and asked the Chancellor to close and seal the archetype and the English translation of the original acts, which are to be moved to the diocesan archives. The Chancellor informed that he will see to it that the packages contained in the documents mentioned are safely deposited in the archives of the Diocese of Neyyattinkara, and that they will not be opened without due permission. The Episcopal Delegate presented Father Kurian Alingal, the Vice Postulator, as the carrier to convey the prescribed sets of acts of the diocesan inquiry to the Nunciature in New Delhi. The carrier took the oath and His Excellency entrusted him the document of instrument of closing and the letter addressed to the Cardinal Prefect of the Dicastery. The undersigned notary produced the minutes of the session, which was signed and sealed by His Excellency Bishop Vincent Samuel, the Bishop of Neyyattinkara, the Episcopal Delegate, and the Promoter of Justice. The Bishop ordered the packages to be sealed and closed with the minutes of session inserted. The notary and the copier closed and sealed the packages. Monsignor G. Christdas delivered felicitation. Vote of thanks was given by Vice Postulator for Kurian Alingal. The section was concluded with a thanksgiving hymn. ഇപ്പോൾ നോട്ടറി റവറൻ ഫാദർ ജോയ് സാബു മിനിറ്റ്സിൻ്റെ 3 കോപ്പികൾ എടുത്തുകൊണ്ട് വരുന്നു. ഇതിൽ എപ്പിസ്കോപ്പൽ ഡെലിഗേറ്റ് സൈൻ ചെയ്ത് സീൽ വെച്ചതിന് ശേഷം നോട്ടറി കൗണ്ടർ സൈൻ ചെയ്യുകയും തൻ്റെ സീൽ വയ്ക്കുകയും ചെയ്യുന്നു.
ഇപ്പോൾ അഭിയന്യ പിതാവ് ട്രോളികൾ ക്ലോസ് ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നു. Dear brothers and sisters, now that all the formalities foreseen by law for closing session have been fulfilled, I hereby order that all the packages containing the acts of the diocesan inquiry be duly closed after a copy of the minutes just now read out has been inserted into each set of the packages. They are then to be duly sealed and attested. രേഖകൾ അടങ്ങിയ കെട്ടുകൾ വച്ചിട്ടുള്ള ബാഗുകൾ അടങ്ങിയ ട്രോളി സീൽ ചെയ്യുവാൻ നോട്ടറി, കോപ്പിയർ എന്നിവരെ ക്ഷണിക്കുന്നു. ഈ സമയത്ത് ആശംസകൾ അർപ്പിക്കുവാൻ അഭിയന്യ ക്രിസ്തുദാസ് പിതാവിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ ഈ രൂപതയുടെ നാമകരണ ചടങ്ങുകളുടെ സമാപനമാണ് കണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ വിശുദ്ധരാകാതിരിക്കുക നല്ലതെന്ന്. പക്ഷേ പ്രിയമുള്ളവരെ, അത്ര കണ്ട് പ്രാധാന്യത്തോടെയാണ് സഭ വിശുദ്ധ പദവിയിലേക്ക് ഒരാളെ കൈപിടിച്ച് നടത്തുന്നത് എന്നത് നമ്മൾ ഇതുവഴി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ വിൻസെൻ്റ് സാമുവൽ പിതാവ് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എന്തായാലും വരുന്ന അവസരത്തിൽ ഒരു 5 മിനിറ്റ് ഒരു ആശംസ പറയണമെന്ന്. എനിക്ക് 5 മിനിറ്റ് പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം കാര്യങ്ങൾ സ്നേഹ ബഹുമാനമുള്ള അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവ് ചരിത്രവും മിഷണറി പ്രവർത്തനങ്ങളും ഒക്കെ ദേവദാസൻ അതേ ധാതു സച്ചിൻ്റെ ആ ഒരു കർമ്മമണ്ഡലങ്ങളുമായിട്ട് സ്പർശിച്ചുകൊണ്ട് ഇതിന് മുന്നേ ഹോമിലിയുടെ അവസരത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞാനിവിടെ വന്ന ശേഷം ആമുഖം തുടങ്ങി അവസാനം വരെ കേൾക്കുന്നതാണ് ദൈവോ ഗ്രാസിയസ്, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ദൈവദാസനായ അതേയോ ധാതു സച്ചിൻ മരണമടഞ്ഞു എന്നത്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ 4 വരി ഈരടികളാണ് ഓർമ്മ വന്നത്. അതായത് ഒരുപക്ഷെ അത് തന്നെ എല്ലാം സംഗ്രഹിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിർത്താം. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. അത്രയും പോരെ വാസ്തവത്തിൽ. എന്നാൽ എനിക്ക് തോന്നുന്നത് ദൈവം നൽകിയ ആ സ്നേഹസമ്മാനമെന്ന ജീവിതം തൻ്റെ കർമ്മ മണ്ഡലങ്ങൾ കൊണ്ട് അർത്ഥസമ്പുഷ്ടമാക്കി കടന്നുപോയ ഒരു പുണ്യ ശ്ലോകൻ്റെ സ്മരണയിലാണ് നാം ഇന്ന്. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഫ്രാൻസിസ് പാപ്പയുടെ ഗൗദേത്തെ എത് എക്സുൽത്താത്തെ, ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന അപ്പോസ്തലിക ലേഖനമാണ്. അവിടെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒരാൾക്ക് വിശുദ്ധനാകാൻ തടസ്സമായി നിൽക്കുന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ഗ്നോസ്റ്റിസിസം, അതായത് ഒരാൾ തൻ്റെ സ്വന്തം ബുദ്ധിശക്തിയിൽ ആശ്രയിക്കുമ്പോൾ
ദൈവ കാരുണ്യത്തെ തടസ്സപ്പെടുത്തുന്നു. രണ്ടാമത് പെലേജിയനിസം. ഒരാൾ തൻ്റെ കഴിവിൽ അതിയായി ആശ്രയിക്കുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ ദൈവകരുണയെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ വിശുദ്ധ ജീവിതത്തിൻ്റെ 2 തടസ്സങ്ങളായിട്ട് പാപ്പ പറയുന്നത് അതാണ്. ദൈവദാസനായ ദേവദാത്തൂസ് അച്ഛനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ ഇത് രണ്ടും ഇല്ലാതിരുന്ന ഒരാളാണ്. ആകെ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് ആവർത്തിച്ച് പറഞ്ഞതുപോലെ കർത്താവിലുള്ള പ്രത്യാശ, ആശ്രയബോധം. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം, സ്വന്തം ബുദ്ധിയിലും കഴിവുകളിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കാരുണ്യം ആവോളം ആസ്വദിക്കുകയും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്ത വലിയ ഒരു പുണ്യ ശ്ലോകനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഇനി ഈ പറയുന്ന ഗൗദയത്തെ എദെക്സുൽത്താത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുമെന്ന അപ്പോസ്തലിക ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്തൊക്കെയാണ് ഒരു വിശുദ്ധിയുടെ അടയാളങ്ങൾ എന്നാണ്. ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ അടയാളങ്ങൾ, ഞാനതിൽ അർത്ഥതലങ്ങളിലേക്ക് പോകുന്നില്ല, വാക്കുകൾ മാത്രം പറയാം. അവിടെ പറയുന്നത് സ്ഥിരോത്സാഹം, ക്ഷമാശീലം, സൗമ്യശീലം, സന്തോഷം, നർമ്മബോധം. നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഈ സന്തോഷവും നർമ്മബോധവും ഒക്കെ വിശുദ്ധിക്ക് തടസ്സമാണ്. പാപ്പ പറയുന്നത് അതില്ലെങ്കിൽ അവരെ സൂക്ഷിച്ചോളണമെന്നാണ്. അപ്പോൾ സന്തോഷവും നർമ്മബോധവും യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ അടയാളങ്ങളായിട്ടാണ് പാപ്പ പറയുന്നത്. അതുപോലെ തന്നെ ധൈര്യം, തീക്ഷ്ണത, നിരന്തരമായ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നത് പുണ്യശ്ലോകനായ ദേവദാസൻ ദേവദാത്തൂസ് അച്ഛൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒത്തിരിയേറെ ഗുണഗണങ്ങളാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ പാപ്പ പറയുന്ന വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ധ്യാനിച്ചത്, നമ്മൾ വായിച്ചു കേട്ടത് വേറൊന്നാണ്. അതായത് ശിഷ്യത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യേശു തിരുത്തുന്നതാണ്. പണമോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ അല്ല, എളിമയോടെ ദാസ്യ ഭാവത്തോടെ എല്ലാവരെയും ശുശ്രൂഷിക്കുകയാണ് ക്രിസ്തു ശിഷ്യൻ്റെ അനന്യത, ഐഡൻറ്റിറ്റി എന്ന് യേശു പഠിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ദേവദാത്തൂസ് അച്ഛനെ അറിയാവുന്ന എല്ലാവർക്കും അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ജീവിതം ചുരുക്കി പറഞ്ഞാൽ, മിഷൻ ഈസ് ഈക്വൽ ടു മനുഷ്യ സ്നേഹവും സേവനവും. അത് വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്നെക്കാൾ ഏറെ അറിയാം. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവ് പറഞ്ഞതുപോലെ സ്നേഹമെന്ന കൽപ്പന ശുശ്രൂഷയിലൂടെ പ്രകടമാക്കിക്കൊണ്ട് എല്ലാവർക്കും ആത്മീയവും ഭൗതികവുമായ നന്മകൾ വാരി വിതറിക്കൊണ്ടാണ് ഈ പുണ്യ ശ്ലോകനായ ദേവദാത്തൂസ് അച്ഛൻ കടന്ന് പോയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ രൂപതയുടെ നാമകരണ ചടങ്ങുകളുടെ സമാപനം കുറിച്ചു. ഒത്തിരിയേറെ പഠനങ്ങളും ഒരുക്കങ്ങളും ത്യാഗബുദ്ധിയോടെ ഏറ്റെടുത്ത് നടത്തിയ നമ്മുടെ പാങ്ങോട് ആശ്രമ ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് കുര്യൻ അച്ഛനെയും നമ്മുടെ സ്നേഹ ആദരണീയനായ അഭിവന്യ നെയ്യാറ്റിങ്കര രൂപത അധ്യക്ഷൻ വിൻസെൻ്റ് സാമുവൽ പിതാവിനെയും രൂപത കൂരിയ അംഗങ്ങളെയും അച്ഛന്മാരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ അനുമോദിക്കുന്നു. അവർക്ക് ആത്മാർത്ഥമായ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു കരഘോഷം നൽകാം. സ്നേഹമുള്ളവരെ, തീക്ഷ്ണമതിയായ ഒരു കർമ്മലീത്ത മിഷണറി ആയിരുന്നല്ലോ ഫാദർ ദേവദാത്തൂസ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ ശതാബ്ദിയിലേക്ക് എത്തി നിൽക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും ആവിലായിലെ അമ്മത്രേസ്യയുടെയും ഒക്കെ മാതൃക ഫാദർ ദേവദാത്തൂസിനെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എനിക്ക് തോന്നുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് തീക്ഷ്ണമതിയായ മിഷണറി ഫാദർ ദേവദാത്തൂസ് ഒരു മാതൃകയാകട്ടെ എന്നാണ്. മുതിയാവിള വലിയച്ഛനെന്ന് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഫാദർ ദേവദാത്തൂസിൻ്റെ തപോനിഷ്ഠവും പ്രേഷിത ചൈതന്യവും ത്യാഗോജ്വലവും കർമ്മനിരതവുമായ ജീവിതം എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശിക്കുകയും എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രയാണം പൂർത്തിയാക്കി അൾത്താര വണക്കത്തിന് യോഗ്യനാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുവാനായി പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ ജി ക്രിസ്തുദാസ് അച്ഛനെ ക്ഷണിക്കുന്നു. അഭ്യന്ന പിതാക്കന്മാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സഹോദരരെ, കുഞ്ഞുമക്കളെ, അഭിമാനത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു ഇത്. 3 മണി മുതൽ നമ്മൾ ആഹ്ലാദത്തോടുകൂടെ വിശ്വാസ പ്രഘോഷണ ജാഥയുമായും നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കത്തീഡ്രലിലേക്ക് കടന്നു വന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സജീവ സാന്നിധ്യമായിരുന്നു എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ആ സജീവ സാന്നിധ്യത്തിന് ഈ അവസരത്തിൽ ഞാൻ രൂപയുടെ പേരിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം 1918 ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് ഈ പ്രക്രിയ ദേവദാസൻ ദേവദാത്തൂസ് ഓഫ് സെൻറ്റ് പീറ്ററിൻ്റെ നാമകരണ പരിപാടികൾ രൂപതയിൽ ആരംഭിച്ചത്. ഇന്നേക്ക് 6 വർഷവും 7 ദിവസവും ആയിരിക്കുകയാണ്. ഈ മനോഹരമായ നിമിഷത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ, അഭ്യുന്നപിതാവിന് നേതൃത്വം നടന്ന പൊന്റിഫിക്കൽ ദ്വീപിരിയും നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന പ്രിയങ്കരായ മെത്രാൻ ശ്രേഷ്ഠർ അടങ്ങുന്ന സമൂഹവും നമ്മോടൊപ്പമായിരുന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ഈ മനോഹരമായ നിമിഷം എല്ലാം നമുക്ക് അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന്, പരിശുദ്ധ കന്യകാമറിയത്തിനുമെല്ലാം നമുക്ക് നന്ദി പറയാം. ദേവദാത്തൂസ് അച്ഛൻ 72 വർഷക്കാലമാണ് ജീവിച്ചത്. അതിൽ 42 വർഷക്കാലം അദ്ദേഹം നമ്മുടെ നാട്ടിലാണ് ജീവിച്ചത്. അതിൽ 1 പ്രാവശ്യം മാത്രമേ അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഇവിടെയായിരുന്നു. അദ്ദേഹം ഒരു മിഷൻ ഞായർ ദിവസമാണ് ആഗോള സഭ ആഘോഷിക്കുക. 1968 ഒക്ടോബർ മാസം 20-ാം തീയതി ഒരു മിഷൻ ഞായറാഴ്ച അദ്ദേഹം മുതിയാവിള നിന്ന് ചെമ്പരാവോട് പള്ളിയിൽ പോകുവാനായിട്ട് ആ ചൂണ്ടുവലക് ജംഗ്ഷനിൽ വന്നപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ഹൃദയവേദന തോന്നി, നെഞ്ചുവേദന തോന്നി. തിരിച്ചു വന്ന് അദ്ദേഹം മരണം പ്രാപിക്കുകയായിരുന്നു. മനോഹരവും സുന്ദരവുമായ ഒരു മരണമായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ എല്ലാം കേട്ടുകറിഞ്ഞു. ദേവദാത്തൂസ്, ദൈവത്തിന് നന്ദി. അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയത്. സുന്ദരവും മനോഹരമായ ഒരു ജീവിതം, ഒരു മനോഹരമായ പുഷ്പം പോലെ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ സേവനം ചെയ്തത് നമ്മുടെ മായം, അമ്പൂരി, തേക്കുപാറ ഈ പ്രദേശങ്ങളിലൊക്കെയാണ്. 1935 മുതൽ അങ്ങോട്ട് കോട്ടയം ഭാഗത്തുനിന്ന് ഒത്തിരി ക്രൈസ്തവർ അവിടെ വന്നു. അവർക്ക് ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാൻ ആരുമില്ലായിരുന്നു. അദ്ദേഹം മുതിയാവട വലിയച്ഛൻ, കാട്ടാക്കട, അതായത് കാട്ടാൽക്കട, കാട്ടിലൊരാൾ, അവിടെ ഒരു കട. അത് ഞാൻ വൈദികനായപ്പോഴെല്ലാം അരുവിക്കരഞ്ഞ് വരുന്ന സമയത്ത് ആ കാട്ടാൽക്കട എന്നുള്ള പേര് വിഭാവന ചെയ്യുന്ന ഒരു ആലും ഒരു കടയുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. വലിയച്ഛൻ വന്ന സമയത്തെല്ലാം കാടായിരുന്നു. ആനയും മറ്റു മൃഗങ്ങളുമെല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും വകവയ്ക്കാതെ നടന്നും ചെറിയ സൈക്കിളിനുമെല്ലാം അമ്പൂരി പ്രദേശത്ത് ചെന്ന് മായത്താണ് ആദ്യം അവർ വരിക. 35-ലൊക്കെ അവിടെ നിന്നുള്ള ഇങ്ങോട്ടാണ് പിന്നീട് അമ്പൂരി, തേക്കുപാറ, ഇങ്ങോട്ട് എല്ലാ പ്രദേശങ്ങളെല്ലാം ജനങ്ങൾ അവർ ക്രൈസ്തവർക്ക് പാർക്കും. അവിടെ ചെന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി അങ്ങേറ്റം സേവനം ചെയ്തു. രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അദ്ദേഹം മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മറ്റെല്ലാ സഹായങ്ങളും, പ്രത്യേകിച്ച് അവിടെ ഒരു പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് ഭേദമാക്കി എന്നാണ് പറയുക. ഞങ്ങൾ
ഞങ്ങളുടെ ടീം ഒരു 21-ലാണെന്ന് തോന്നുന്നു, ഞങ്ങൾ ചിന്തിച്ചു ഒന്ന് ഈ പ്രദേശങ്ങളെല്ലാം ഒന്ന് കാണണമെന്ന്. ഞങ്ങൾ ടീമായിട്ട് ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാനായിട്ട് ഞാൻ പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴേ മായത്ത് അദ്ദേഹത്തെ പറ്റിയൊരു ചിന്തകൾ അതിമനോഹരമാണ്. അവിടെ എല്ലാം അവർ ഉല്ലേഖനം ചെയ്തെല്ലാം വച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ മാത്യു എന്നുള്ള ഒരു മനുഷ്യൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറഞ്ഞിട്ട് ചുരുക്കത്തിൽ പറഞ്ഞ ഇതാണ്: അദ്ദേഹം ജീവിച്ചിരുന്നത് കൊണ്ട് ഞങ്ങളിന്ന് ജീവിക്കുന്നു. ഇതാണ് പറഞ്ഞത്. അദ്ദേഹം ജീവിച്ചിരുന്നത് കൊണ്ട്, ഞങ്ങളുടെ മധ്യ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിന്ന് ജീവിക്കുന്നു. ഞാനേക്കാളും സുന്ദരമായി എന്ത് വേണം? അതാണ്. അദ്ദേഹം ജീവിച്ചിരുന്നതുകൊണ്ട്, ഞങ്ങളുടെ മധ്യ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിത് ജീവിക്കുന്നു. അതാണ്. നമ്മളും അപ്രകാരമല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ഒത്തിരിയേറെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവരുടെ ജീവിതം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും കാരണം നമ്മളും എല്ലാം തന്നെ ജീവിച്ച് മുന്നോട്ട് തീർച്ചയായിട്ടും പോവുക. സുന്ദരമായ ഒരു ജീവിതം, ആ ജീവിതത്തെ ധന്യയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. 1996 ജനിച്ചു. അദ്ദേഹം 1968 ഒക്ടോബർ 20 മരിക്കുന്നു. അഭിനന്ദ പിതാവും ഞാനുമെല്ലാം 64 സെമിനാരിൽ ചേർന്നപ്പോഴും അദ്ദേഹവും നമ്മുടെ ഒരു കുരിശുമല ജോൺ ബാപ്റ്റിസ്റ്റിനുമെല്ലാം അവിടെ വരുന്നതും മോൺസിഞ്ഞോർ മാർക്കറ്റെ കാണുന്നതും അതോടൊപ്പം അവിടെയൊക്കെ വന്ന് ഞങ്ങളൊക്കെ കൈയെടുത്ത് കാണിച്ചു പോകുന്നതും വല്ലപ്പോഴൊക്കെ കുമ്പസാരിപ്പിക്കുന്നതെല്ലാം ഞങ്ങളുടെ മനസ്സിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ആ സുന്ദരമായ ആ ധന്യാത്മാവ് എത്രയും പെട്ടെന്ന് ധന്യ പദവിയിലേക്ക് പോകട്ടെ, ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എത്രയും വേഗം അദ്ദേഹം ധന്യനായി ഒരു വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിച്ച് നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു ധന്യ നിമിഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. 2 വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിദസ്വച്ചൻ്റെ കേസ് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ കൂടെ നടന്ന ശ്രീ ആൽബർട്ട് അവറുകളെ എല്ലാവരും കാണാനായി അൽത്തയുടെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം അതിദസ്വച്ചൻ തൻ്റെ മാനസപുത്രിയായി വളർത്തിയ 28 കത്തുകൾ നമുക്ക് ലഭിക്കുവാൻ ഇടയാക്കിയ സഹോദരി ശ്രീമതി ലില്ലി ഭായിയെ എല്ലാവരും കാണുവാനായി അൽത്താരുടെ അടുക്കലേക്ക് ക്ഷണിക്കുന്നു. യോഗത്തിന് നന്ദി അർപ്പിക്കുവാനായി വൈസ് പോസ്റ്റുലേറ്റ് റവറൻഡ് ഡോക്ടർ കുര്യൻ ആലുങ്കൽ OCDയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പിതാക്കന്മാരെ, മോൺസിഞ്ഞോറുമാരെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ദൈവദാസച്ചൻ ഞങ്ങളുടെ കാലത്തൊരു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുമോ എന്ന് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ആദ്യത്തെ ഉത്തരം ദൈവകരങ്ങളിലാണ് ആ കാര്യം എന്നതാണ്. പക്ഷേ ദൈവം നമുക്ക് അടയാളങ്ങൾ തരും. കാവൽ മാലാഖമാരെ അയക്കും. അവർ നമ്മുടെ വഴികളെ സുഗമമാക്കും. ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു എന്ന് തോന്നും, പ്രവാചകന്മാർക്കും ജോബിനും ഒക്കെ തോന്നിയതുപോലെ. പക്ഷേ അതിദാസച്ചൻ്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടുമുട്ടിയവരെല്ലാം അധികാരികളും ഉപകാരികളും അതിദാസച്ചനെ പറ്റി അമ്പൂരിക്കാർ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട മാലാഖമാർ പോലെ ആയിരുന്നു. ഞാൻ ഈ കോഴ്സ് ഏറ്റെടുത്ത സമയം മുതൽ എന്ന് പറയുന്നതിനേക്കാൾ ഈ കോഴ്സിൻ്റെ ആരംഭം മുതലുള്ളവർക്ക് നന്ദി പറയുന്നതാണ് ഉചിതം എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ മുതിയാവിളക്കാർക്കാണ് അതിദാസച്ചൻ വിശുദ്ധനാണ് എന്ന് ആദ്യം മുതൽ വിശ്വസിച്ചിരുന്നവർക്കാണ് ആദ്യത്തെ നന്ദി. അതിദാസ മെമ്മോറിയൽ ട്രസ്റ്റ് തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ പ്രസിഡൻറ്റുമാരായിരുന്നവർ, സെക്രട്ടറിമാരായിരുന്നവർ, നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവർ. ഒരാളെ മാത്രം പേരെടുത്ത് പറയുന്നു. ഞാൻ ഈ കോഴ്സ് പൂർത്തിയാക്കുവാൻ ദൈവകരങ്ങളിലെ ഉപകരണമായ ആൽബർട്ട് ചേട്ടൻ ആദ്യമായി എൻ്റെ മുമ്പിൽ വന്ന സമയം മുതൽ ഇന്നുവരെ ഒരു നിഴലായി. അച്ഛ അത് ചെയ്തോ, അച്ഛ പിതാവ് എന്തു പറഞ്ഞു അച്ഛ, എല്ലാം ശരിയാകും അച്ഛ, അതിദാസച്ചൻ എല്ലാം നോക്കിക്കോളും അച്ഛ എന്ന് പറഞ്ഞ് യാതൊരു ആവശ്യവുമില്ലാത്തപ്പോഴും ആശ്രമവാതിൽക്കലിൽ ഉണ്ടാകുന്ന ആൽബർട്ട് ചേട്ടൻ
എൻ്റെ സമൂഹത്തിലുള്ളവർ തമാശ പറയും, അദയോദാത്തൂസ് അച്ഛൻ വിശുദ്ധനായില്ലെങ്കിലും ആൽബർട്ട് ചേട്ടൻ വിശുദ്ധനാകുമെന്ന്. നന്ദി. എനിക്ക് മുമ്പേ അദ്ദേഹം ഞങ്ങളുടെ പ്രൊവിൻഷ്യൽമാരുടെയും സക്കറിയാസ് അച്ഛൻ്റെയും പുറകെ ഒത്തിരി നടന്നിട്ടുണ്ട്. അവരാണ് ഈ കോഴ്സ് ഒഫീഷ്യലായി പിതാവിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. 2017 അവസാനവും 2018 ആദ്യവുമായാണ് പ്രിയപ്പെട്ട വിൻസെൻ്റ് സാമുവൽ പിതാവ് ഈ കോഴ്സ് ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ പ്രിയപ്പെട്ട പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി. ഒത്തിരി പറയാനുണ്ട്, സമയമില്ലാത്തതിനാൽ നീട്ടുന്നില്ല. പിതാവിൻ്റെ അടുത്തേക്കുള്ള എൻ്റെ വഴി എപ്പോഴും ചാൻസലർ ജോസ് റാഫേൽ അച്ഛനിലൂടെയായിരുന്നു. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ ഉത്തരവുമായി കട്ടയ്ക്ക് കൂടെ നിന്ന ജോസ് റാഫേൽ അച്ഛന് പ്രത്യേകം നന്ദി. അടുത്തതായി നന്ദി പറയേണ്ടത് വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ് അച്ഛനാണ്. ഈ വിഷയത്തെപ്പറ്റി ആദ്യ അന്വേഷണം മുതൽ കൂടെയുള്ള ആളാണ് പ്രിയപ്പെട്ട വികാരി ജനറൽ. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. കോവിഡ് കാലത്ത് കൃത്യമായ ദിവസം പറഞ്ഞ് മീറ്റിങ്ങുകൾ കൂടിയത് വികാരി ജനറൽ അച്ഛൻ്റെ ഉറച്ച തീരുമാനം കൊണ്ടാണ്. ഈ കമ്മീഷനിൽ അംഗങ്ങളായിരുന്ന റവറൻ മോൺസിഞ്ഞോർ വിൻസെൻ്റ് കെ പീറ്റർ അച്ഛനും അലോഷ്യസ് അച്ഛനും വിൽഫ്രഡ് മിറാണ്ട അച്ഛനും അഡ്വക്കേറ്റ് ദേവദാസ് സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. റോമിൻ്റെ നിയമപ്രകാരം പേരെടുത്ത് പറയുവാൻ പാടില്ലാത്ത നമ്മുടെ രൂപതയിലെ 2 അച്ഛന്മാർ തിയോളജിക്കൽ സെൻസേഴ്സ് ആയിരുന്നു. അവർ ചെയ്ത സ്തുത്യർഹമായ സേവനത്തിന് പ്രത്യേകമാവിധം നന്ദി പറയുന്നു. അവരെ എനിക്കും പിതാവിനും ജോസ് റാഫേൽ അച്ഛനും അറിയാം. ഇനിയാണ് രൂപതാതല സമാപനത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ട കോടതിയും അതിൻ്റെ എപ്പിസ്കോപ്പൽ ഡെലഗേറ്റായ വെരി റവറൻ മോൺസിഞ്ഞോർ ഡോക്ടർ സെൽവരാജൻ അച്ഛനും നോട്ടറിയായ ജോയ് സാബു അച്ഛനും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസായ എഡിസൺ അച്ഛനും മെഡിക്കൽ എക്സ്പെർട്ടായ ഡോക്ടർ ജോയ് ജോണും പ്രധാനപ്പെട്ടവരായി വരുന്നത്. സാക്ഷികളോട് ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയത് റവറൻ ഡോക്ടർ എഡിസൺ വയ്യമാണ്. അത് മുഴുവനുമായിരുന്നു കോടതിയിൽ ഈ 51 സാക്ഷികളോടും ചോദിച്ചത്. റവറൻ മോൺസിഞ്ഞോർ സെൽവരാജൻ അച്ഛനാണ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തതും അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എഴുതിയെടുത്തത് ജോയ് സാബു അച്ഛനുമാണ്. ഇന്നലെ വരെ എപ്പോൾ വിളിച്ചാലും പരിശോധിക്കുവാനും ഒപ്പിടുവാനുമായി ഉണ്ടായിരുന്ന, ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള, ശരിക്കും കോടതിയിലെ ഒരു ജഡ്ജിയെ പോലെ മുമ്പിൽ വരാതെ പുറകിൽ നിന്ന് പണിയെടുക്കുന്ന വെരി റവറൻ മോൺസിഞ്ഞോർ സെൽവരാജൻ അച്ഛനും നോട്ടറി ജോയ് സാബു അച്ഛനും പ്രത്യേകം നന്ദി. ഇനി മുമ്പോട്ടുള്ള യാത്രയിലാണ് ഡോക്ടർ ജോയ് ജോണിൻ്റെ റിപ്പോർട്ടുകൾ വേണ്ടത്. അത് അദയോദാത്തൂസ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവനാക്കുന്നതിന് വേണ്ടിയാണ്. അദയോദാത്തൂസ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചെന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നതായി അറിഞ്ഞാൽ അതിനെപ്പറ്റി പഠിക്കേണ്ടത് ഈ കോടതിയും മെഡിക്കൽ എക്സ്പേർട്ടുമാണ്. ഞാൻ അവരെയാണ് അതിനായി സമീപിക്കേണ്ടത്. എപ്പോഴും ഏതാവശ്യത്തിനും എനിക്ക് സമീപിക്കുവാൻ വളരെ അടുപ്പമുള്ള ഈ കോടതി അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഇനിയും നന്ദി പറയേണ്ട ഒത്തിരി പേരുണ്ട്. ഓരോ സമയങ്ങളിൽ സഹായിച്ചവർ, അദയോദാത്തൂസ് അച്ഛനെ പറ്റി പല ഘട്ടങ്ങളിൽ എന്നോട് സംസാരിച്ചവർ, സാക്ഷികൾ, ചേർന്ന് നിന്ന് ഇടവക ഫൊറോന രൂപതാ തലത്തിൽ സംസാരിച്ചവർ, കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് വന്ന മാതാപിതാക്കൾ, പരീക്ഷയിട്ട അധ്യാപകർ, നോട്ടീസുകളുമായി തലങ്ങും വിലങ്ങും ഓടിയ അനിമേറ്റേഴ്സ്, ഫൊറോന വികാരിമാർ, ഇടവക വികാരിമാർ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഓരോ പ്രാവശ്യവും വിശ്വാസ ദീപവുമായി ഇറങ്ങിയപ്പോൾ കൂടെ കട്ടയ്ക്ക് നിന്ന അച്ഛന്മാർ, യൂത്ത്, ഉപദേശിമാർ, രൂപതയിലെ ലിറ്റിൽ വേ നേതാക്കൾ, പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് എന്ന പുസ്തകവും വിശ്വാസ ദീപശിഖ പ്രയാണ വീഡിയോകളും വൈറലാക്കിയവർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. ഇന്നത്തെ ദിനത്തിലേക്ക് വരുമ്പോൾ നിസ്വാർത്ഥമായി ഈ ചടങ്ങുകൾ മനോഹരമാക്കുന്നതിനായി ഓടി നടന്നവർ, നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷൻ വിശ്വാസ പ്രഘോഷണ റാലി വേണം എന്ന് പറഞ്ഞ നിമിഷം മുതൽ അത് വിജയമാക്കാനായി ഇറങ്ങിത്തിരിച്ച ടീമുകൾക്കും, നെയ്യാറ്റിൻകരയിലെ മോൺസിഞ്ഞോർമാർക്കും പുരോഹിതർക്കും സിസ്റ്റേഴ്സിനും പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾക്കും ബ്രദേഴ്സിനും അനിമേറ്റേഴ്സിനും പാരീസ് കൗൺസിൽ അംഗങ്ങൾക്കും BCC കോർഡിനേറ്റേഴ്സിനും വിവിധ കമ്മീഷൻ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും എല്ലാം ഭംഗിയാക്കാൻ ഓടി നടന്ന വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും ഒപ്പം സെൻറ് തെരേസാസ് കോൺവെൻറ്റിലെ മദറിനും സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്കും സ്റ്റാഫിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇനി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നടക്കുന്ന നമ്മുടെ കത്തീഡ്രൽ ദേവാലയവുമായി ബന്ധപ്പെട്ടവർക്കാണ് നന്ദി പറയേണ്ടത്. കത്തീഡ്രൽ വികാരി വെരി റവറൻ മോൺസിഞ്ഞോർ അൽഫോൺസ് ലിഗോരി അച്ഛനും അസിസ്റ്റൻറ്റ് ജിബിൻ രാജ് അച്ഛനും അവരോടൊപ്പം പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾക്കും മറ്റ് ഇടവകാംഗങ്ങൾക്കും നന്ദി.
വിശ്വാസ പ്രഘോഷണ റാലിയുടെ ജനറൽ കോർഡിനേറ്റർ റവറൻ മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ്, അദ്ദേഹത്തെ ഇടതും വലതുമായി നിന്ന് വി പി ജോസച്ചൻ, മോൺസിഞ്ഞോർ വി പി ജോസച്ചൻ, അതുപോലെ പാസ്റ്ററൽ കമ്മിറ്റി സെക്രട്ടറി പോൾ സാറ്, അതുപോലെ മറ്റെല്ലാ ടീമുകളുടെയും കോർഡിനേറ്റർമാർ, അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാവരും, യൂത്ത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. നമ്മുടെ കർത്താവാണ് അതേദാത്തുസിന് വേണ്ടി ചെയ്തതിനെല്ലാം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം നൽകേണ്ടത്. ഇന്നത്തെ ദിവ്യബലിയെ സ്വർഗീയമാക്കുവാൻ പ്രയത്നിച്ച ടീമുകൾ, ലിറ്റർജി ടീം, കൊയറംഗങ്ങളുടെ ടീം, ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ചവർ, ഭക്ഷണം തയ്യാറാക്കിയവർ, മറ്റെല്ലാ വോളണ്ടിയർമാർ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കാർമലിൽ നിന്ന് വന്നവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞില്ല. അത് കുടുംബാംഗങ്ങളായതുകൊണ്ട് നമ്മളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് നിങ്ങളെയും ഓർക്കുന്നു. അതേദാത്തുസിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കുന്നതിനായി പിതാവിൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.